പഠിക്കാൻ വിട്ടാൽ പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് മതം പഠിക്കാൻ പോയാൽ മതം പഠിച്ചാൽ മാത്രം മതി. വീട് വീടാന്തരം കയറിറങ്ങിയിട്ട് കലണ്ടർ വിൽക്കൽ, പുസ്തകം വിൽക്കൽ, അതേപോലെ തന്നെ ലഘുലേഖ വിതരണം ചെയ്യൽ, ഇതൊന്നുമല്ല നിങ്ങളെ പണി. ഇരുവിനും നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ പഠിച്ചാൽ മതിയല്ലോ. നമുക്കുള്ളതൊക്കെ അവിടെ കിട്ടണില്ലേ? വെള്ളത്തുണിയും കുപ്പായും തലയെക്കെട്ടും കെട്ടിയ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ സമൂഹത്തിന് ഇപ്പോൾ വല്ലാത്ത ബേജാറാണ്. അളിയന്മാരും അമ്മാവന്മാരും ഒക്കെ ആയിട്ട് പല ആൾക്കാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ അളിയന്മാരും അമ്മാവന്മാരും ഒക്കെ തലയെക്കെട്ടിട്ട് മൂലരുട്ടികളെ കാണുമ്പോഴേ കൂട്ടം കൂടി ഒറ്റക്കും വല്ലാതെ പരിഹസിച്ചിരുന്ന കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൂലരുട്ടികൾ ഇതാ പിരിവിനിറങ്ങിക്കണോ എന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവർ മൂലരുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യണമെന്നുള്ള വിശ്വാസങ്ങൾക്കുണ്ടോ? ഒത്തുകിട്ടുന്ന ഏത് അവസരവും ഉപയോഗപ്പെടുത്തി ഈ ഒരു വിഭാഗത്തിന് മേൽ കുതിര കയറുക എന്നത് ചില ആളുകളുടെ ഒരു ഹോബിയാണ്. അതറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മതപഠനത്തിലേക്ക് തുനിഞ്ഞിറങ്ങണം. സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിന്ന് അവഗണനയും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നവരാണ് മിക്കവരും. അനുഭവസ്ഥൻ എന്ന നിലയിൽ വളരെ ആധികാരികമായി പറയാൻ എനിക്കും കഴിയും. മതവിദ്യാർത്ഥികളെന്നല്ല ഒരു വിദ്യാർത്ഥികളും പിരിവിനിറങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. മതപഠനത്തിനിറങ്ങുന്ന ഭൂരിഭാഗം കുട്ടികളും നിർധനരായിരിക്കാം എന്ന് കരുതി നിർധനർക്ക് മാത്രമുള്ള കോഴ്സല്ല മതപഠനം. ഇസ്ലാം സമൂഹത്തിലെ മുതിർന്നവരുടെ കാര്യമാണ് കഷ്ടം. പഠനം തുടങ്ങുന്ന ചെറിയ കുട്ടികളെപ്പോലും വലിയ ഉസ്താദുമാർ എന്ന നിലയിലാണ് കാണുക. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും എണ്ണി പറഞ്ഞ് ആക്ഷേപിക്കും. വലിയ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പോലും ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിച്ചും ചർച്ച ചെയ്തും പ്രയാസപ്പെടുത്തും. ഗ്രാമാന്തരങ്ങളിലെ മസ്ജിദുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന ഈ ബാല്യങ്ങൾക്ക് വ്യക്തിവികാസത്തിനുതകുന്ന പലതരത്തിലുള്ള പരിശീലനങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സാമൂഹ്യ ഇടപെടലുകൾക്കുള്ള അവസരങ്ങൾ നൽകുന്നു. അതൊരു പക്ഷേ കലണ്ടർ വിൽപ്പനയോ പുസ്തകങ്ങളുടെ വിൽപ്പനയോ ഒക്കെ ആയിരിക്കാം. അതോടൊപ്പം എഴുത്ത്, പ്രസംഗം, സമീപന രീതികൾ എന്നിവയെല്ലാം പരിശീലിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഭൗതിക കലാലയങ്ങളിൽ നിന്ന് പിരിവിനിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ളവരാരും കാണാറില്ല. UP സ്കൂൾ പഠനകാലത്ത് നിർബന്ധിത പിരിവിന് പ്രേരിപ്പിച്ച അധ്യാപകരെ എനിക്കറിയാം. അന്ധരുടെയും കുഷ്ഠരോഗികളുടെയും പേരിലായാലും അധ്യാപകർക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കാൻ സാധിക്കും? NSS പോലുള്ള സന്നദ്ധ സേവന പരിശീലനങ്ങളുടെ പേരിലും പിരിവെടുക്കൽ ഒരു ഘടകമാക്കിയതായാണ് അറിവ്. കലണ്ടർ വിൽപ്പനക്കും പുസ്തക വിതരണത്തിനുമൊന്നും വിദ്യാർത്ഥികളെ നിർബന്ധിച്ചയക്കുന്നതായി അറിവില്ല. അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കേണ്ടത് തന്നെയാണ്. ഗ്രാമങ്ങളിലൊക്കെ ബാല്യകൗമാരങ്ങൾ ഫുട്ബോളിനും ജേഴ്സിക്കും പിരിവെടുക്കുന്നത് നമ്മൾ കൗതുകകരമായ വാർത്തകളാക്കുന്നു. അവനവൻ്റെ മക്കൾക്ക് കളിക്കാനുള്ളത് അവനവൻ വാങ്ങിച്ചു കൊടുക്കണം, അല്ലാതെ പിള്ളേരെ കൊണ്ട് തെരുവ് തണ്ടിക്കരുത്. ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും പിരിവ് ഒരു ലോക കലയാണ്. കേരളത്തിൽ മാത്രമൊന്നുമല്ല പിരിവുള്ളത്. കുളിച്ചു കുട്ടപ്പന്മാരായി പുത്തനെടുപ്പും അത്തറും പൂശി 15നും 25നും ഇടയിൽ പ്രായമുള്ളവർ നാനാദേശങ്ങളിലും പിരിവിനിറങ്ങാറുണ്ട്. ആവശ്യങ്ങൾ പലതുമാകാം. നാട്ടിലും വിദേശത്തുമൊക്കെ അത്തരത്തിലുള്ള പിരിവുകാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട 2 പേർ എൻ്റെ കടയുടെ മുന്നിലൂടെ നടന്നു നീങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിവൃത്തികേടുകൊണ്ട് യാചകവൃത്തിയിലേക്ക് ഇറങ്ങേണ്ടി വന്ന പലരുമുണ്ട്. യാചകവൃത്തി തൊഴിലായി സ്വീകരിച്ചവരും വിരളമല്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത് അന്തസ്സുള്ളവർക്ക് ചേർന്ന പണിയല്ല. എന്നാൽ മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അത് വളരെയധികം പുണ്യമുള്ള പ്രവൃത്തിയുമാണ്. യാചക നിരോധിത മേഖല എന്നും യാചകർക്ക് പ്രവേശനമില്ല എന്നുമൊക്കെ എഴുതിയിരുന്ന ബോർഡുകൾ ഇടക്കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാനുള്ള അധികാരം ഗ്രാമത്തിലെ സന്നദ്ധ സംഘടനകൾക്കോ ക്ലബ്ബുകൾക്കോ ഒന്നും പതിച്ചു നൽകേണ്ടതില്ല. വീണ്ടു വിചാരമില്ലാത്ത കഠിന ഹൃദയർക്ക് മാത്രമേ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാനാവൂ. ക്രൂരത മുറ്റിയ മനസ്സിനുടമകളാണ് ഇവിടുത്തെ താമസക്കാർ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം ബോർഡുകൾ പറിച്ചെറിയേണ്ടതാണ്. യാചനയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ കേൾക്കാനുള്ള ദയവുണ്ടാവുകയാണ് വേണ്ടത്. അമ്മസ്സ ഇലഫല തൻഹർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലിയെടുക്കാനുള്ള ആരോഗ്യവും അവസരവും ഉണ്ടായിട്ടും യാചനാവൃത്തിയിലേക്ക് ഇറങ്ങുന്നവരെ ശക്തമായ നിലയിൽ മതം താക്കീത് ചെയ്യുന്നുമുണ്ട്. പുതുപുത്തൻ ആഡംബര കാറുകളിൽ വന്നിറങ്ങി സൈക്കിള് പോലും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പണം ഊറ്റിയെടുക്കുന്നവരെ കരുതിയിരിക്കേണ്ടതുണ്ട്. സ്ഥാപനാവശ്യങ്ങളുടെ പേരും പറഞ്ഞ് 2ഉം 3ഉം പേരടങ്ങുന്ന സംഘം വിദേശങ്ങളിൽ വിനോദയാത്ര സംഘടിപ്പിക്കുന്നതും പതിവായിട്ടുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിൽ വിലസുന്ന വിദ്വാൻമാരെയും സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാണ്ഡിത്യത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേര് ദുരുപയോഗപ്പെടുത്തുന്നവരും വർദ്ധിച്ചു വരികയാണ്. പടപ്പുകൾക്ക് മുന്നിൽ അഭിമാനക്ഷതം ഭയക്കാത്തവർക്ക് എങ്ങനെ പടച്ചവനെ ഭയമുണ്ടാകും? അർഹരെ സഹായിക്കാനും അനർഹരെ മാറ്റി നിർത്താനും നമുക്ക് കഴിയണം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപറ.